സർ 2025 കൂടി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമെന്നാണ് ഈ ട്രംപ് അധികാരമേറ്റ ഉടനെ നമ്മൾ പ്രതീക്ഷിച്ചത്. മാത്രമല്ല സെലൻസ്കി അത്തരം ചില ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം എന്ന് പറയുന്ന റഷ്യക്കുള്ളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ബൈഡൻ അനുമതി നൽകി ഉക്രൈന്. എന്ന് പറഞ്ഞാൽ ബൈഡൻ അധികാരമൊഴിയാൻ 2 മാസം മാത്രം അവശേഷിക്കെ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് വീണ്ടും ലോകത്തൊരു യുദ്ധത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കില്ലേ? ഓക്കെ, അപ്പോൾ ട്രംപ് വന്നാൽ ഉടനെ യുദ്ധം തീരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ട്രംപ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ സെലൻസ്കി ആണെങ്കിലും ഏകദേശം അങ്ങനെയൊക്കെ ആ ടോണിൽ സംസാരിച്ചായിരുന്നു. അതായത് ട്രംപ് വന്ന് ഇനിയിപ്പോൾ ഉടനെ യുദ്ധം തീർക്കാൻ ശ്രമിക്കണം എന്നൊക്കെയുള്ളൊരു രീതിയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അമേരിക്കയാണെങ്കിൽ ഈ യുക്രൈനിന് മേൽ ഒരുപാട് നിർബന്ധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അവർ കൊടുത്തിരിക്കുന്ന പല ആയുധങ്ങളും ഇപ്പോഴും ഉപയോഗിക്കാതിരിക്കുകയാണ്. കാരണം ഡീപ്പ് ഇൻസൈഡ് റഷ്യ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ റഷ്യയുടെ പോളിസിയൊക്കെ മാറും, ആ യുദ്ധം എസ്കലേറ്റ് ചെയ്തു പോകും എന്നൊക്കെ ഉള്ളതുകൊണ്ട് ലോങ് റേഞ്ച് മിസൈൽസ് ഉപയോഗിക്കരുതെന്നായിരുന്നു സെലൻസ്കിക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. പക്ഷേ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിരിക്കുന്നു. ഈ നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഹിമാർസ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. അത് എന്നൊക്കെ 80 കിലോമീറ്റേഴ്സൊക്കെയാണ് അതിൻ്റെ റേഞ്ച്. പക്ഷെ അത് വളരെ യൂസ്ഫുള്ളായിരുന്നു. ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് 50 കിലോമീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള ടാങ്കിൻ്റെ വ്യൂഹമൊക്കെ ഉണ്ട് റഷ്യയുടെ അടുത്ത്, അങ്ങനെയാണ് എന്ത് ചെയ്യും എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അതിനൊക്കെ ചെറുത്ത് നിൽക്കാൻ അന്ന് ഹിമാർസാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അന്നും ഈ പറയുന്ന ATACMS എന്ന് പറയുന്ന സിസ്റ്റം, ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം എന്ന് പറയും, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ബൈഡൻ കൊടുത്തിരുന്ന നിർദ്ദേശം. പക്ഷെ ഇപ്പോൾ ബൈഡൻ അത് മാറ്റി. അപ്പോൾ ഇതിനെപ്പറ്റി 2 തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ഈ ബൈഡൻ്റെ അഡ്വൈസേഴ്സും തമ്മിൽ തന്നെ ഒരു സ്പ്ലിറ്റ് പോലെ ആയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ബൈഡൻ പോകാനായിട്ട് 2 മാസമൊക്കെ ഉള്ളൂ. പിന്നെ ട്രംപിനാണെങ്കിൽ ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നതിൽ താല്പര്യമില്ല, യുക്രൈനെ ഹെൽപ്പ് ചെയ്യാൻ അത്ര വലിയ പ്ലാനുള്ള ആളല്ല. അപ്പോൾ ഇങ്ങനെയൊരു നിർണായകമായ തീരുമാനം, ഒരു പോളിസി ചേഞ്ച് വേണോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നയം മാറ്റാനുള്ള കാരണം അവിടെ നോർത്ത് കൊറിയൻ സോൾജേഴ്സ് എന്ന് പെട്ടിട്ടുണ്ട്. ഈ റഷ്യയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് നോർത്ത് കൊറിയൻ സോൾജേഴ്സും കൂടി അവിടെ ചെന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ ഈ ഇതുവരെ ഉണ്ടായിരുന്ന പോളിസികളിലൊക്കെ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നോർത്ത് കൊറിയൻ സോൾജേഴ്സ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർസ്ക് എന്ന് പറയുന്ന കർസ്ക് റീജൻ റഷ്യയുടെ ഭാഗമായിരുന്നു. റഷ്യയുടെ ഭാഗമായിരുന്ന കർസ്ക് ഈ പറയുന്ന സെലൻസ്കി അല്ലെങ്കിൽ യുക്രൈൻ അവരത് പിടിച്ചെടുത്തായിരുന്നു. റഷ്യയുടെ ഭാഗം പിടിച്ചെടുക്കുന്നതിൻ്റെ പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു നെഗോഷിയേഷൻ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് സെലൻസ്കി പറയുമ്പോൾ അതിനൊരു ബലം പകരണമെങ്കിൽ നിങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വേണം. ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലം നിങ്ങൾക്ക് തരാം, നിങ്ങൾ പിടിച്ചെടുത്ത സ്ഥലം ഇങ്ങോട്ട് തന്നേക്കെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കർസ്ക് ഏരിയ പിടിച്ചെടുത്തത്. റഷ്യയുടെ ആയിരുന്നു അത്. റഷ്യ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് റഷ്യക്ക് എങ്ങനെയായാലും ഒരു പൂർണ്ണ വിജയം എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഈ കർസ്ക് സ്വന്തം നഷ്ടപ്പെട്ടത് എങ്ങനെയാലും തിരിച്ചു പിടിക്കണം, അല്ലാതെ വിജയം ക്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. ആ അവസ്ഥയിലാണ് ഇപ്പോൾ അവർ കൂടെ അവരുടെ പട്ടാളത്തിൻ്റെ കൂടെ നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർത്ത് കൊറിയൻ സോൾജേഴ്സും റഷ്യയും കൂടി സംയുക്തമായിട്ട് ഒരു 50,000 സോൾജേഴ്സുള്ള ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഈ കർസ്ക് റീജൻ പിടിച്ചെടുക്കാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന നോർത്ത് കൊറിയയുടെ സോൾജേഴ്സും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് യുദ്ധത്തിൻ്റെ മാനം മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ബൈഡൻ അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊരു നിർണായകമായ തീരുമാനം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ATACMS ഉപയോഗിക്കാം, അതായത് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ATACMS എന്ന് പറയുന്നത് 190 കിലോമീറ്റേഴ്സ് റേഞ്ചുണ്ട്. റഷ്യയുടെ അകത്തേക്ക് അത്രയും കയറി പോകാൻ പറ്റുന്ന മിസൈൽസാണിത്. നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഹിമാർസ് ആയിരുന്നു, അത് 80 കിലോമീറ്റേഴ്സ് റേഞ്ചിലായിരുന്നു. അത് റഷ്യയുടെ പട്ടാളം യുക്രൈൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ യുക്രൈനിൽ തന്നെ വെച്ച് അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ അത് വലിയൊരു നീക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വൈസേഴ്സിൻ്റെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതാണ് സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നത്. സർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബൈഡൻ ഇവരെ സഹായിച്ചതിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് $182.99 ബില്യൺ സഹായം അമേരിക്ക ഈ ഉക്രൈന് കൊടുത്തിട്ടുണ്ട്. കാരണം 2022 ഫെബ്രുവരിയിൽ
ഇവർ റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഇല്ല, സാമ്പത്തിക സഹായം, ധനസഹായം, അതുപോലെ തന്നെ ആയുധങ്ങളുടെ സഹായം ഒന്നുമില്ല. അമേരിക്കയുടെ കാല് പിടിക്കുന്നു. അമേരിക്ക ഞങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞു. മാത്രമല്ല അമേരിക്ക നാറ്റോ സഖ്യം നിങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സഹായിച്ചത്. ഈ 182.99 ബില്യണിൽ 131.36 ബില്യണും ഉപയോഗിച്ചത് ഈ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉക്രൈനെ എല്ലാ തരത്തിലും യുദ്ധം ചെയ്യാൻ സഹായിച്ചത് അമേരിക്ക തന്നെയായിരുന്നു, ബൈഡനായിരുന്നു. പക്ഷേ ട്രംപ് അതിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ രീതിയിലുള്ള ഒരു സഹായവുമായി മുന്നോട്ട് പോയാൽ നമ്മുടെ ആയുധ കലവറ ശൂന്യമായി പോകുമെന്ന് ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ട്രംപ് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ട്രംപ് പോകുന്നതിന് മുമ്പ് ബൈഡൻ കാണിച്ച ഒരു നിലപാട് അമേരിക്കയെ സത്യത്തിലൊരു നിർണായകമായ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? അല്ല, പക്ഷെ ഇപ്പോൾ ഈ നോർത്ത് കൊറിയയും കൂടി അവരുടെ പട്ടാളക്കാരും കൂടി ചേർന്ന് റഷ്യ അറ്റാക്ക് ചെയ്യാൻ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത്. അപ്പോൾ അവർ വരാൻ പോകുന്ന അബൌട്ട് 50,000 സോൾജേഴ്സുള്ള ആൾക്കാരാണ് ഈ വരാൻ പോകുന്നത്. അപ്പോൾ അവരെ ചെറുത്ത് നിൽക്കണമെങ്കിൽ, തടഞ്ഞു നിർത്തണമെങ്കിൽ പഴയ ഹിമാർ എന്ന് പറയുന്ന സിസ്റ്റം വെച്ച് സാധിക്കില്ല. ഹിമാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ടാങ്കുകൾ ഈ യുക്രൈൻ അകത്ത് കയറി കഴിയുമ്പോൾ അകത്തിട്ട് തകർക്കാനായിരുന്നു. ആ അകത്തിട്ട് തകർക്കൽ വളരെ എഫക്റ്റീവായിരുന്നു. റഷ്യ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല, ലോകം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ 2 ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച എന്നൊക്കെയാണ് ആൾക്കാർ കണക്കാക്കിയിരുന്നത്. അങ്ങനെയുള്ളൊരു യുദ്ധത്തെ ഇത്രയും കാലം, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് 1000 ഡേയ്സ്, 1000 ദിവസത്തോളമായി എന്നുള്ള അവസ്ഥയിലേക്കാണ് വരുന്നത് ഇപ്പോൾ. അപ്പോൾ ഇത്രയും നാള് പിടിച്ചു നിൽക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കിയത് അന്ന് ഹിമാർസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ റഷ്യ അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തിയിട്ട് അവരുടെ പട്ടാളക്കാരെ കൂടാതെ വിദേശ പട്ടാളക്കാരെയും കൂടി കൂട്ടി ആക്രമിക്കാനായിട്ട് വരുന്നതുകൊണ്ടാണ് ഈ ബൈഡൻ ഇങ്ങനെ ഒരു നിർണായകമായ തീരുമാനം എടുത്തത്. അപ്പോൾ ഈ പറയുന്ന സിസ്റ്റം ATACMS ഉണ്ടെങ്കിൽ വളരെ കാര്യമായിട്ട് അവർക്ക് പെരുമാറാൻ പറ്റും. മാത്രമല്ല റഷ്യക്ക് യുദ്ധത്തിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, കാര്യമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് യുക്രൈനെ പ്രാപ്തരാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ റഷ്യക്കെതിരെ ഇത്തരം ഒരു നീക്കം നടത്തുന്നത് അവരെ സ്വാഭാവികമായിട്ടും ഒരു അങ്കലാപ്പിലാക്കും. കാരണം അങ്ങനെ അങ്കലാപ്പിലാക്കുമ്പോൾ റഷ്യ ശക്തമായി തിരിച്ചടിക്കുമെന്നായിരുന്നു സംശയമില്ല. അപ്പോൾ ട്രംപും ഈ പറയുന്ന പുടിനും തമ്മിൽ കുറച്ച് സൗഹാർദ്ദപരമായ നിലപാടുള്ളതുകൊണ്ട് യുദ്ധമൊക്കെ തീരുമെന്ന് ഇരു കൂട്ടരും പ്രതീക്ഷിക്കും. അപ്പോൾ ബൈഡൻ അതിൻ്റെ ഇടയ്ക്കൂടെ കയറിയിട്ട് ഇവർക്ക് ഈ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു അനുമതി അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഈ യുദ്ധത്തിൽ മരിക്കുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ കൊല്ലപ്പെടുന്നത് ഈ കൊറിയയിലെ ഈ സാർ പറഞ്ഞ പോലെ അല്ലേ, നോർത്ത് കൊറിയയിലെ സോൾജേഴ്സ് ഉണ്ട്, ഒപ്പം റഷ്യയിലെ സോൾജേഴ്സ് ഉണ്ട്. ഈ നോർത്ത് കൊറിയയിലെ ആൾക്കാരെങ്ങനെ കൊല്ലപ്പെട്ടാൽ സ്വാഭാവികമായും ആ രാജ്യം കൂടുതൽ ശക്തിയോടുകൂടി സോൾജേഴ്സിനെ ഇങ്ങോട്ട് അയക്കുകയോ അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കുകയോ ചെയ്യും. അപ്പോൾ ചേരികളായി തിരിഞ്ഞുള്ള ഒരു യുദ്ധത്തിലുള്ള സാധ്യത വരില്ലേ? അല്ല, അതിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പട്ടാളക്കാരെ അയക്കുകയോ അത് ഈ കച്ചവടം വേണോ എന്നുള്ളൊരു ചിന്തയും വരാം. അവർ തീരുമാനിക്കാം. കാരണം ഇത് ഈ രീതിയിലുള്ള ആക്രമണം വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർത്ത് കൊറിയൻ പട്ടാളക്കാർ എല്ലാ ദിവസവും മരിച്ച് നോർത്ത് കൊറിയയിലേക്ക് ചെന്ന് അവരുടെ ശവശരീരം അവിടെ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെയും കൂടുതൽ പേരെ അയക്കുമോ എന്ന് പറയാൻ സംശയമാണ്. കാരണം അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സോൾജേഴ്സ് മരിക്കുന്നത്, ഓഫ് കോഴ്സ് റഷ്യ അവർ തമ്മിൽ ലോഹ്യമാണോ ശരി, പക്ഷെ അതിന് വേണ്ടിയിട്ട് നോർത്ത് കൊറിയൻ സോൾജേഴ്സ് മരിക്കുന്നത് അവിടുത്തെ നാട്ടുകാരെങ്ങനെ സ്വീകരിക്കും എന്നുള്ളത്. കാരണം ഇദ്ദേഹം ഒരു ഡിക്റ്റേറ്ററാണല്ലോ, ഈ കിം ജോങ് ഉൻ എന്ന് പറയുന്നത്. കാര്യം അദ്ദേഹം ഇലക്ഷന് നിന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൻ്റെ പെർസെൻറ്റേജ് 100 ആണ്. ഇതിനു മുമ്പ് പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ 99.8 99.99 എന്നാലും 100% കിട്ടിയിട്ടില്ല. ഈവൻ ബൈ കമ്മ്യൂണിസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഭയങ്കര അത്ഭുതമായിപ്പോയി. 100% വോട്ടും പിടിച്ചിട്ടാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെയുള്ള പോപ്പുലാരിറ്റിയൊക്കെ എന്തോരം ഉണ്ടെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഈ ഇലക്ഷൻ ഇങ്ങനെ ഇത് എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെയും പോലെയുള്ള ഇലക്ഷനാണ് അവിടെയും. അദ്ദേഹം 100% വോട്ടൊക്കെ നേടി ഭയങ്കര പോപ്പുലറാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ബോഡി ബാഗ്സ് എന്ന് പറയുമല്ലോ, ഈ ശവശരീരങ്ങൾ ഇങ്ങനെ കയറ്റി അയക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നോർത്ത് കൊറിയയിലെ ജനങ്ങൾ ഇത് എന്തുമാത്രം സ്വാഗതം ചെയ്യും എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. സ്വന്തം ജനതയുടെ ഫീലിംഗ് കൂടി കണക്കിലെടുക്കണമല്ലോ. കാരണം നോർത്ത് കൊറിയയ്ക്ക് വേണ്ടി നോർത്ത് കൊറിയൻ സോൾജേഴ്സ് മരിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷേ ഇത് പോയി മരിക്കുന്നത് റഷ്യക്ക് വേണ്ടിയിട്ടാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം നൽകുന്നതോടുകൂടി അവിടെ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി എന്തായാലും വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങൾ ഇപ്പം ഈ പറയുന്ന പോലെ ഈ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാവും. ഒരുപക്ഷെ അതൊരു ആണവ യുദ്ധത്തിലേക്ക് പോലും പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇക്കാര്യം ഇപ്പോഴും വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പം ഇത് ന്യൂസ് മാത്രമായി മാറുമോ അതോ ഇതിനകത്ത് വാസ്തവം ഉണ്ടാകുമോ? അല്ല, ഇതിപ്പോൾ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ചാനലുകളും മറ്റ് പത്രസ്ഥാപനങ്ങളൊക്കെ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ വെറുതെ വാർത്തയാണെന്ന് എനിക്ക് ഇല്ല, വെറുതെ വാർത്തയാകാൻ വഴിയില്ല. അപ്പോൾ ഏതായാലും ബൈഡൻ പോകുന്നതിന് മുമ്പ് നിർണായകമായൊരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഇവർക്ക് ശരിക്കും ഈ നോർത്ത് കൊറിയയ്ക്ക് ചിലപ്പോൾ നല്ല അടി കിട്ടിയെന്ന് വരും. കാരണം ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ വഴക്കുണ്ട്, അല്ലെങ്കിൽ ഫൈറ്റിംഗ് നടക്കുന്ന, യുദ്ധം നടക്കുന്ന കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ നോർത്ത് കൊറിയയ്ക്ക് കയറി വരേണ്ട യാതൊരുവിധ കാര്യമില്ലാത്തൊരു സ്ഥലമാണല്ലോ. അവിടെ കയറി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് പ്രത്യേക ദേഷ്യം ഉണ്ടാവും. അവരെ ടാർഗറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുകയും ചെയ്യും യുക്രൈൻ. അപ്പോൾ അവിടെ നിന്ന് കുറേ ബോഡി ബാഗ്സ് നോർത്ത് കൊറിയയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് വേണം കരുതാനായിട്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിട്ട് എത്തുന്നതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുകയും യുദ്ധം താൽക്കാലികമായി അല്ലെങ്കിൽ സ്ഥിരമായി തന്നെ നിർത്തുകയും ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റഷ്യ ആയാലും ഉക്രൈൻ ആയാലും സാമ്പത്തികപരമായി സൈനികപരമായിട്ട് ഒരുപാട് തകർച്ചയില്ല അല്ലേ. 3 വർഷമായിട്ട് യുദ്ധം ചെയ്തു. അപ്പോൾ യുദ്ധം തുടങ്ങി 1000 ദിവസം തികയുന്ന സമയത്ത് റഷ്യ അറ്റാക്ക് ചെയ്തു കൂടുതൽ ഈ ഉക്രൈനിലേക്ക്. 40 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണം അല്ല അറ്റാക്ക് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സെലൻസ്കിയും പുടിനും പ്രതീക്ഷിച്ചത് ട്രംപ് വന്നതോടുകൂടി ഈ യുദ്ധത്തിന് താൽക്കാലിക പരിഹാരം. അപ്പോൾ അതിന് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് മുന്നോട്ട് വെക്കും. സ്വാഭാവികമായിട്ടും ഉക്രൈൻ പിടിച്ച സ്ഥലങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം, റഷ്യ പിടിച്ച സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കണം. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, റഷ്യ പിടിച്ച സ്ഥലങ്ങളൊന്നും വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ കുറച്ചുകൂടെ സൈനിക ശക്തിയാണെന്ന് പറയും. മാത്രമല്ല ഉക്രൈന് അമേരിക്ക നൽകുന്ന ആയുധ സപ്ലൈ ഈ ട്രംപ് വരുന്നതോടെ നിർത്തുകയും ചെയ്താൽ പിന്നെ റഷ്യ പിടിക്കുന്നിടത്ത് കുറച്ച് മുൻതൂക്കം കിട്ടില്ലേ? റഷ്യക്ക് അല്ലെങ്കിലും മുൻതൂക്കം ഉണ്ടല്ലോ, മുൻതൂക്കം റഷ്യക്ക് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ അവർ ഏറ്റവും ആദ്യം പിടിച്ചിരുന്ന സ്ഥലം ക്രൈമിയ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2014 ആ സമയത്തോട്ടാണ്, കുറെ മുമ്പ്, ഈ യുദ്ധത്തിന് മുമ്പ്. അപ്പൊ അന്ന് പിടിച്ചിരുന്ന സ്ഥലമൊന്നും ഇനിയിപ്പോൾ ചോദിച്ചാൽ കിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയാം. അല്ലെ, ക്രിമിയയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹിതപരിശോധന നടത്തിയപ്പോൾ അവിടുത്തെ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് റഷ്യൻ ഭാഷയായിരുന്നു, റഷ്യൻ സംസ്കാരമുള്ള. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് താല്പര്യം, ഈ ഉക്രൈനിൽ നിന്ന് മാറി നിൽക്കാനാണ്. അതുകൊണ്ട് ഈ ക്രിമിയൊന്നും വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, സാധ്യതയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി പിന്നെ വേറെ ചരിത്രപരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൂഷ്ചേവ് ഒരു ദിവസം നന്നായിട്ട് കുടിച്ച് പൂസായിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ട്രീറ്റി ഒപ്പിട്ടെന്ന് പറയുന്നത് യുക്രൈനിന് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ശരിക്കും റഷ്യയുടെ തന്നെ ഭാഗമായിട്ടും അവരുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റൊക്കെ ആ പരിസരത്താണ്. അപ്പോൾ അതുകൊണ്ട് അതേതായാലും വിട്ടുകിട്ടുമെന്ന് പ്രതീക്ഷിക്കണമല്ലോ. എനിക്ക് തോന്നണല്ലോ ട്രംപിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന്, അത് തിരിച്ച് കിട്ടണമെന്ന് അങ്ങനെ ട്രംപ് പറയേയില്ല. കാരണം അത് അത്ര പ്രാക്ടിക്കൽ മൈൻഡഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കില്ല. പക്ഷെ ബാക്കിയുള്ള ഏരിയയെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ എങ്ങനെയായാലും ഒരു കോംപ്രമൈസും നെഗോഷിയേഷൻ്റെ ഒക്കെ പ്രശ്നം വരുമ്പോൾ എങ്ങനെയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച വേണ്ടി വരുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ കർസ്ക് പിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് പിടിച്ച് അതും കൂടി പിടിച്ചെടുത്തിട്ട് കിട്ടിയ സ്ഥലം മുഴുവനും കൂടി പോകണ്ടെന്നുള്ള അർത്ഥത്തിലാണ് ഈ കർസ്ക് എങ്ങനെയായാലും ഇവിടെ തന്നെ യുക്രൈൻ്റെ തന്നെ കസ്റ്റഡിയിൽ നിർത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും. അപ്പോൾ എന്തായാലും ഈ ദീർഘദൂര മിസൈലുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് റഷ്യക്ക് നൽകിയ അനുമതി യുദ്ധത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് തുറന്നിരുന്നത് അല്ലേ? എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.